ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ ഈ വീക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോസിൽ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. 2 വീഡിയോസ് ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ ഒരു 30 ക്വസ്റ്റ്യനും സെക്കൻഡ് പാർട്ടിൽ ഒരു 35 ക്വസ്റ്റ്യനും, അങ്ങനെ ടോട്ടൽ ഒരു 75 ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പഴയ കാലത്ത് നെഫ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസ് എന്നറിയപ്പെട്ടിരുന്നത് ഏത് പ്രദേശമാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആറന്മുള കേരള വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമായി തീർന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്താണ്? മലകളുടെ മകൾ, മലകളുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച വിഭവം എന്ത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരായിരുന്നു? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? 1954 തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തി ആരാണ്? പമ്പ നദി പതിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്? അരുവിക്കര, പേപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? പമ്പയുടെ പുരാതന പേരെന്താണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ്? കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റി കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷം ഏതാണ്? കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ച വർഷമേത്? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? 30 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ
ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് പഠിച്ച് തറോ ആക്കിയതിന് ശേഷം മുന്നോട്ട് പോകാം. മോക്ക് ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് ആണ്. പഴയ കാലത്ത് നെഫ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസ് എന്നറിയപ്പെട്ടിരുന്നത് ഏത് പ്രദേശമാണ്? അരുണാചൽ പ്രദേശ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ, പത്തനംതിട്ട. 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? മഹാരാഷ്ട്രയും ഗുജറാത്തും. ഇത് വേറൊരു ക്വസ്റ്റ്യന് വരും. തൊഴിലാളി ദിനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയും ഗുജറാത്തും. ആറന്മുളയിലെ കേരള വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ നദീതീരത്ത്. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എസ്.കെ. ദാൽ. 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമായി തീർന്ന പ്രദേശം ഏതാണ്? ഗോവ, ദാമൻ ദിയു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റി. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്ത്? അമരാവതി പുഴ. മലകളുടെ മകൾ അല്ലെങ്കിൽ മലകളുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡിൻലിയു. കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച വിഭവം എന്ത്? ആറന്മുള വാൽക്കണ്ണാടി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരായിരുന്നു? സർദാർ KM പണിക്കർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. 1954 തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. 1987. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്? 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അരുവിക്കര, പേപ്പാറ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? കരമനയാർ, തിരുവനന്തപുരം. സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1975 36ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? കുറ്റിയാടിപ്പുഴ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? കുണ്ടള, നല്ലതണ്ണി, മുതിരപ്പുഴ. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. പമ്പയുടെ പുരാതന പേരെന്താണ്? ബാരിസ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏത്? പെരിയാർ. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റി കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയ വർഷം എന്ന്? 2019 ഒക്ടോബർ 31. കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? മീനച്ചിലാർ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ച വർഷമേത്? 1950 ഡിസംബർ 15. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? മൂന്നാർ. സോ ഫ്രണ്ട്സ്, മോക്ക് ടെസ്റ്റിന്റെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു 35 ക്വസ്റ്റ്യൻസും കൂടിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.